കനത്ത ചൂടിന് ആശ്വാസമായി UAEയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ. അലൈനിലെ അൽ ഹില്ലി, അൽ റീഫ്, അൽ നൈഫ, അൽ മസൌദി തുടങ്ങിയ മേഖലകളിലാണ് മഴ പെയ്തത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പൊടിക്കാറ്റിനും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. UAEയിൽ സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 300 ദിർഹത്തിനടുത്തെത്തി. ഇന്നലെ 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 295 ദിർഹം പിന്നിട്ടു. 22 കാരറ്റിന് 273.75 ദിർഹവും 18 കാരറ്റിന് 227 ദിർഹമാണ് ഇന്നലെ സ്വർണ്ണവില. ഒമാനിലെ അൽ ഉസ്ത ഗവർണറേറ്റിലെ ദുഗം തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞു. റാസ് മദ്രാക്കയിൽ നിന്ന് 25 നോട്ടിക്കൽ മൈൽ തെക്കുകിഴക്കായാണ് അപകടം നടന്നത്. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ 16 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ദുബായിൽ പുരാവസ്തു ഗവേഷണത്തിന് സാറ്റലൈറ്റുകൾ വഴിയും. റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ അടക്കം സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുരാവസ്തു ഗവേഷണത്തിന് എമിറേറ്റിലെ സാംസ്കാരിക വകുപ്പായ ദുബായ് കൾച്ചറും ഖലീഫ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും കരാറിലെത്തി. നവീന സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും കരാറിനനുസരിച്ച് പങ്കുവയ്ക്കും. ഫ്ലൈ ദുബായ് 7 പുതിയ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കുന്നു. 130-ലധികം പൈലറ്റുമാരെ നിയമിക്കുമെന്നും അധികൃതർ. എമിറേറ്റിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്ലൈ ദുബായിയുടെ വിപുലീകരണം സഹായകരമാകും. സൗദിയിൽ വൈദ്യുതി നിലച്ചാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി. 6 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവ് നഷ്ടപരിഹാരത്തിന് അർഹരാണ്. ഒമാനിലെ ഹബൂബിയ ടവറിന്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കി. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയത്. ഒമാന്റെ വാസ്തുവിദ്യയും പുരാവസ്തു പൈതൃകവും സംരക്ഷിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ടവർ പുനഃസ്ഥാപിക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നും മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്.